ഹലോ, മൈസെൽഫ് അഭിനന്ദ്. ഡോപ്പയുടെ ഫസ്റ്റ് റെസിഡൻഷ്യൽ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം എല്ലാവരും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ചിലവർക്ക് എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോഴും. അപ്പം അതിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഫിസിക്സ് എങ്ങനെ പഠിക്കണം നോക്കാം. ഫിസിക്സ് ഇപ്പോൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ പഠിക്കാൻ പറ്റും. ഒന്ന്, കംപ്ലീറ്റ് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആക്കിയിട്ട് പഠിക്കുക. രണ്ടാമത്തത് ഇത്തിരി ഡെറിവേഷൻസും കൂടെ അതിൻ്റെ ഒപ്പരം പഠിച്ചിട്ട് ഇക്വേഷൻസിലേക്ക് എത്തുന്ന രീതി പഠിക്കുക. രണ്ടാമത്തെ മെത്തേഡായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം രണ്ടാമത്തെ മെത്തേഡ് പഠിക്കുമ്പം നമുക്ക് മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ചില ചാപ്റ്റേഴ്സ് സിമ്പിൾ ഡെറിവേഷൻസ് കണക്ട് ചെയ്യും ചില രണ്ട് ചാപ്റ്റേഴ്സിനെ. അപ്പോൾ ആ ചാപ്റ്റേഴ്സിനെ കണക്ട് ചെയ്ത് പഠിക്കാൻ ഈ ഡെറിവേഷൻസ് ഉണ്ടെങ്കിൽ പറ്റും. ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിക്സും രണ്ട് ചാപ്റ്റർ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്. ഈ രണ്ട് ചാപ്റ്റർ തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഡെറിവേഷനിൽ ഉണ്ടാവുള്ളൂ. അപ്പം ഒരു ഡെറിവേഷൻ പഠിച്ചാൽ തന്നെ ഈ രണ്ട് ചാപ്റ്ററും ഈസി ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പം ഒരു ഇക്വേഷൻ പഠിച്ചാൽ തന്നെ ആ മറ്റേ ഇക്വേഷൻ മനസ്സിലേക്ക് ഇങ്ങനെ വരും. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ കുറച്ചും പാടി ഈസി ആയിരിക്കും. ഞാനിങ്ങനെയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ച് തുടങ്ങുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് നിങ്ങൾ കണ്ടുപിടിക്കുക അപ്പം തന്നെ. എന്നിട്ട് ആ മെത്തേഡിൽ മാത്രം പഠിക്കാൻ നോക്കുക. അപ്പം ചിലവർക്ക് ബൈ ഹാർട്ട് നല്ലോണം പറ്റും. അങ്ങനെയുള്ളവർ ബൈ ഹാർട്ട് ഇക്വേഷൻസ് പഠിക്കുക. അല്ലെങ്കിൽ കുറച്ച് ഇക്വേഷൻസൊക്കെ മറന്നു പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ഡെറിവേഷൻസ് പഠിക്കുക. എന്നിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക. അപ്പം ഫിസിക്സ് അങ്ങനെ സോൾവ് ചെയ്ത് പഠിക്കുക. പിന്നെ ന്യൂമറിക്കൽസ് കുറേ ന്യൂമറിക്കൽസ് ചെയ്യുക. പിന്നെ ഫിസിക്സ് കുറച്ച് ഔട്ട് ഓഫ് എൻസിആർടി പഠിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. ഔട്ട് ഓഫ് എൻസിആർടി ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം ന്യൂമറിക്കൽസ് വന്നാൽ അത് ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഉപയോഗം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ അല്ല, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഫിസിക്സ് നല്ല സോൾവ് ചെയ്ത് പഠിക്കുക. നീറ്റ് സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫിസിക്സ് എന്ന് വരിക. അപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴേ പഠിച്ച് തുടങ്ങിയാൽ സുഖമായിട്ട് അവസാനമൊക്കെ ആകുമ്പോഴത്തേ നല്ലോണം റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോഴേ നല്ല ബേസ് നല്ല കറക്റ്റാക്കിയിട്ട് പോവുക ഫിസിക്സിലൊക്കെ. അപ്പം ഓൾ ദി ബെസ്റ്റ്.